നമസ്കാരം. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിടിയിലായ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. പ്രതിക്ക് ജാമ്യം നൽകിയാൽ നിയമവ്യവസ്ഥയെ നിസാരവൽക്കരിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കുമെന്നും പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആയങ്കിക്ക് ജാമ്യം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രചോദനമാകുമെന്നും ആഭ്യന്തരമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ അർജുനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനിടെ മൂവാറ്റുപുഴ ഊന്നുകൽ പോലീസ് നാളെ ഇയാളുടെ ഫോർമൽ അറസ്റ്റിനായുള്ള അപേക്ഷ കോടതിയിൽ നൽകും. കണ്ണൂർ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അഭിഭാഷകയെ കാണാൻ എത്തിയപ്പോഴാണ് പുലർച്ചെ 2:45 ആയങ്കിയെ പോലീസ് സംഘം സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഒളിവിലായിരുന്ന തളിപ്പറമ്പിൽ നിന്ന് ഓട്ടോറിക്ഷയിലും പിന്നീട് കാറിലുമായി കണ്ണൂരിലേക്ക് വന്ന ആയങ്കിയെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പിന്തുടർന്നാണ് പോലീസ് വലയിലാക്കിയത്. ഇയാൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിവ് ജീവിതം നയിച്ചത്. വിവിധ ജില്ലകളിലായി 23ഓളം കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ സ്ഥിരം കുറ്റവാളി എന്ന റിപ്പോർട്ട് നൽകി കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. ഒളിവിലിരുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇയാൾ. കേസ് നടത്തിപ്പിനും ഒളിവ് ജീവിതത്തിനുമായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് QR കോഡ് ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ താൻ ഒളിവിലിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വിവാദ പോസ്റ്റുകൾ ഇട്ടത് തന്റെ പ്രധാന കൂട്ടാളിയായ അഴീക്കോട് സ്വദേശി പ്രണവാണ് എന്ന് അർജുൻ ആയങ്കി പോലീസിന് മൊഴി നൽകി. എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് വരുമ്പോൾ പ്രണവ് ഒപ്പമുണ്ടായിരുന്നതായും തളിപ്പറമ്പിൽ വെച്ചാണ് ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞത് എന്നും ഇയാൾ വെളിപ്പെടുത്തി. ഇതിനെ തുടർന്ന് നിലവിൽ ഒളിവിലുള്ള പ്രണവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആയങ്കിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് വിശദമായ സയന്റിഫിക് പരിശോധനയ്ക്ക് അയച്ചു. സിസ്റ്റത്തെയും നിയമവ്യവസ്ഥയെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന ഇത്തരക്കാർക്ക് കർശനമായ സന്ദേശം നൽകാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നതായി കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് അറിയിച്ചു. പോലീസുകാർ ഒറ്റക്കെട്ടായി നടത്തിയ നീക്കത്തിലാണ് പ്രതി വലയിലായത്. അർജുനായകിക്ക് ഒളിവിൽ കഴിയാൻ സഹായവും ഒത്താശയും ചെയ്തു കൊടുത്തവരെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്നും അവർക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും DIG കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടുതൽ ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം കേസിൽ അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിക്ക് 2 പേരുടെ ആൾജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആദ്യം ജാമ്യം നിൽക്കാനെത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവായിരുന്നതിനാൽ ഇയാളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. തുടർന്ന് മറ്റൊരു സഹോദരനായ അഖിൽ ആയങ്കി എത്തി ജാമ്യം നിൽക്കുകയായിരുന്നു.